അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വരികളിലൂടെ വായിച്ചാൽ ചിലപ്പോൾ മനസ്സിലാകാത്ത, മറ്റു ചിലപ്പോൾ മനസ്സിലാക്കാൻ പ്രയാസമുള്ള, എന്നാൽ വരികൾക്കിടയിലൂടെ സഞ്ചരിച്ചാൽ അഗാധ അർത്ഥതലങ്ങളിലേക്കും അനുഭൂതിയിലേക്കും നമ്മെ നയിക്കുന്ന ആത്മീയ കലയാണ് സൂഫി ഗീതം. കലയെ കൊലുവിളിക്കുന്നവർ സൂഫി ഗീതത്തെ മലീനമസമാക്കിയിട്ടുണ്ട്. മലയാള സൂഫി സംഗീതധാരയിലെ അതുല്യ വ്യക്തിത്വം അബ്ദുൽ ഖാദിർ ഇച്ചമസ്താന്റെ തനത് ഇസ്ലാമിക രീതിയിൽ അവതരിപ്പിക്കുകയാണ് ഇവിടെ. കാഫിനൂന് കമാലിയത്ത് കദം പിടിച്ചു മണക്കുവാൻ ഖാദിറായ മുഹമ്മദോട് കരഞ്ഞു നിന്ന് കുതിച്ചു ഞാൻ, കരഞ്ഞു നിന്ന് കുതിച്ചു ഞാൻ. കാഫിനൂന് കമാലിയത്ത് കദം പിടിച്ചു മണക്കുവാൻ ഖാദിറായ മുഹമ്മദോട് കരഞ്ഞു നിന്ന് കുതിച്ചു ഞാൻ, കരഞ്ഞു നിന്ന് കുതിച്ചു ഞാൻ. ഇച്ചമസ്താന് മത്തു പിടിച്ചതാണ്. മത്തു പിടിപ്പിച്ചതോ ഹബീബറായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സൃഷ്ടി വൈശിഷ്ട്യങ്ങളുടെ ഏകനായ അള്ളാഹുവിൽ ലയിച്ച് ഹൃദയ ചുംബനങ്ങൾ ആസ്വദിക്കാൻ ഏകതുണ ഹബീബ് തങ്ങളാണ്. സൃഷ്ടി വൈശിഷ്ട്യങ്ങളുടെ ആ അള്ളാഹുവിൽ ലയിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നാം ജീവിക്കുന്നത്? ഇച്ഛ പാടുകയാണ്. ആഫിയത്ത് തടീക്ക് കൽബിലും ആക്കി ദീനിലടുക്കുവാൻ ആദരക്കനി സയ്യിദ് ഹളറത്ത് നല്ല മുഹമ്മദാ. ആഫിയത്ത് തടീക്ക് കൽബിലും ആക്കി ദീനിലടുക്കുവാൻ ആദരക്കനി സയ്യിദ് ഹളറത്ത് നല്ല മുഹമ്മദാ. ഭൗതിക ശരീരത്തിന്റെ അരോഗാവസ്ഥ മാത്രമാണോ ആരോഗ്യം? അല്ല, മനസ്സിന്റെ പരിശുദ്ധ പരിസ്ഥിതി കൂടിയാണത്. അതെ, തടിക്കും കൽബിനും ഏക ആശ്രയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹളറത്തല്ലേ സുഹൃത്തുക്കളെ. ഇച്ഛ അവസാനിപ്പിക്കുന്നില്ല. ഇച്ഛ പറയുന്നു, അതെ, അന്ത്യനാളിൽ എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവരുടെ ആ സൽക്കാരത്തിൽ മുൻപന്തിയിലാകണമെന്നാണ് അവിടുന്ന് പ്രാർത്ഥിക്കുന്നത് സുഹൃത്തുക്കളെ. മൂപ്പരമ്പിയ മുമ്പിരുന്നിലും മൂടടിച്ചു തിരിക്കണേ മുസ്തഫായ മുഹമ്മദന്റെ മുറാദ് വീട്ടിയെടുക്കണേ. മൂപ്പരമ്പിയ മുമ്പിരുന്നിലും മൂടടിച്ചു തിരിക്കണേ മുസ്തഫായ മുഹമ്മദന്റെ മുറാദ് വീട്ടിയെടുക്കണേ. കാഫിനൂന് 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 കമാലിയത്ത് കദം പിടിച്ചു മണക്കുവാൻ ഖാദിറായ മുഹമ്മദോട് കരഞ്ഞു നിന്ന് കുതിച്ചു ഞാൻ, കരഞ്ഞു നിന്ന് കുതിച്ചു ഞാൻ. ഹൃദയം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഇച്ഛകൾക്ക് പിന്നാലെ തുടിച്ചുകൊണ്ടേയിരിക്കും. നമ്മളെ മനസ്സിനെ മനസ്സിലാക്കണം. നമ്മുടെ മനസ്സ് മറ്റു പല പ്രശ്നങ്ങളിൽ വന്നു ചേരുമ്പോൾ അതിനെ പിടിച്ചു വെക്കാൻ നമുക്ക് സാധിക്കണം. അതെ, അതാണ് ഇച്ഛ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത്. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിന് തഴുകിക്കോ നമ്പിയെ നമ്പിക്കൊണ്ട്. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിന് തഴുകിക്കോ നമ്പിയെ നമ്പിക്കൊണ്ട്. തങ്കച്ചി പെണ്ണ് അത് മനുഷ്യന്റെ ഹൃദയമാണ്. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണുകൊണ്ട് ഇച്ചമസ്താൻ ഉദ്ദേശിക്കുന്നത് അതെ, ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പായുന്ന മർത്യ മനസ്സുകളെയാണ്. താമരത്തോട്ടത്തിൽ തായാരെ കണ്ടിട്ട് താമസം കൂടാതെ വൈകിടനീ. താമരത്തോട്ടത്തിൽ തായാരെ കണ്ടിട്ട് താമസം കൂടാതെ ചൊല്ലിടനീ. സുന്ദരമതും ഇസ്ലാമിനെയാണ് താമരത്തോട്ടം കൊണ്ട് ഇച്ചുദ്ദേശിക്കുന്നത്. അതെ, തായാർ ആരെന്നറിയോ? മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും. ഇച്ഛ വീണ്ടും പാടുകയാണ്. മുല്ലമലർ മണം വീശുന്ന ആശിക്കിൻ
ആശക്ക് നാശം നീ ചെയ്തിടല്ല മുല്ലമലർ മണം വീശുന്ന ആശിക്കിൻ ആശക്ക് നാശം നീ ചെയ്തിടല്ല മാണിക്യത്താലിയും മാലയും കണ്ടിട്ട് മാരാനി മങ്കയെ കൊന്നിടല്ല മാണിക്യത്താലിയും മാലയും കണ്ടിട്ട് മാരാനി മങ്കയെ കൊന്നിടല്ല തങ്കച്ചി പെണ്ണാകുന്ന ഹൃദയത്തോട് അതേ വഴിക്കാഴ്ചയിൽ കാണുന്ന അതേ വൈക്കാഴ്ചയിൽ കാണുന്ന പ്രശ്നങ്ങളെ കണ്ട് അപരമിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അഭയം പ്രാപിക്കാനാണ് നബി തങ്ങൾ നമ്മോട് പറയുന്നത്. അവസാനിപ്പിക്കുന്നില്ല. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ കേട്ട് അവരിൽ ലയിച്ച് ജീവിക്കാനും കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കാണാം. പുന്നാരക്കുട്ടിന്റെ പുതുമത്തരം കണ്ട് പുരുഷാരം കൂട്ടല്ല പുതുമക്കാരാ പുന്നാരക്കുട്ടിന്റെ പുതുമത്തരം കണ്ട് പുരുഷാരം കൂട്ടല്ല പുതുമക്കാരാ പുറപ്പെട്ടു പോകുമ്പോൾ നരിക്കുട്ടി കാട്ടുന്ന കഠിനത്തരം കണ്ട് കളിയാക്കണ്ട പുറപ്പെട്ടു പോകുമ്പോൾ നരിക്കുട്ടി കാട്ടുന്ന കഠിനത്തരം കണ്ട് കളിയാക്കണ്ട താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിന് തഴുകിക്കോ നമ്പിയെ നമ്പിക്കൊണ്ട് താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിന് തഴുകിക്കോ നമ്പിയെ നമ്പിക്കൊണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.